അങ്ങേയറ്റം ദുരപരിഷ്ടമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമാണ്. ഇസ്രായേൽ പിന്നെ നിയമങ്ങൾ ലംഘിക്കാനുള്ളതാണ് എന്നതാണ് ഇസ്രായേലിന്റെ അടിസ്ഥാനപരമായ പ്രമാണം. എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് നിരന്തരമായി യുദ്ധമുഖത്ത് തുടരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇസ്രായേൽ നടത്തിയിട്ടുള്ള യുദ്ധങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. അറബ് ഇസ്രായേലി യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ ആരംഭിച്ച സംഘർഷം ഓപ്പറേഷൻ അൽ-അക്സ ഫ്ലഡിന് ശേഷം ഓപ്പറേഷൻ സോഴ്സ് ഓഫ് അയൺ എന്ന പേരിൽ ഇസ്രായേൽ IDF സൈനിക നടപടി ആക്രമിച്ചു. അവര് 5 രാജ്യങ്ങൾ ഇതിനകം ആക്രമിച്ചിട്ടുണ്ട്. ലെബനനെ ആക്രമിച്ചു, സിറിയയെ ആക്രമിച്ചു, ഇറാനെ ആക്രമിച്ചു, അതുപോലെ യമനെ ആക്രമിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഖത്തറിലേക്ക് തിരിഞ്ഞിട്ടുള്ളത്. ബാക്കി രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലുമായിട്ട് സംഘർഷത്തിലായിരുന്നു. കാരണം ഇറാന്റെ പിന്തുണ ഹമാസിനും ഇറാന്റെ പ്രോക്സിയാണ് ഹിസ്ബുള്ള, ഹൂത്തികൾ ഇറാന്റെ പ്രോക്സിയാണ്. അങ്ങനെയൊക്കെയുള്ള നിരവധിയായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. അതേസമയം ഖത്തർ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. എല്ലാ കാര്യങ്ങളിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ നിർണായകമായ സ്ഥാനം വഹിക്കുന്ന ഒരു രാജ്യമാണ്. അത് ദോഹാവട്ട ചർച്ചകളൊക്കെ നമ്മൾ എത്ര തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് ലോകാരോഗ്യ സംഘടനയുടെ സമ്മേളനങ്ങൾ, യുണൈറ്റഡ് നേഷൻസിന്റെ സമ്മേളനങ്ങൾ, IMF, വേൾഡ് ബാങ്കിന്റെ സമ്മേളനം തുടങ്ങി എല്ലാ തരത്തിലുമുള്ള അന്താരാഷ്ട്ര സമ്മേളനങ്ങൾക്കും വേദിയാകുന്ന ഒരു കോസ്മോപൊളിറ്റൻ നഗരമാണ് ഈ ദോഹ. മാത്രമല്ല ഒരു വേൾഡ് കപ്പ് നടത്താൻ പാകത്തിൽ ശേഷിയുള്ള ഒരു രാജ്യമാണ് ഖത്തർ. അതുപോലെ ഇപ്പോൾ നടന്നു വരുന്ന ഗാസ യുദ്ധത്തിൽ ഉള്ള ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ ചർച്ചകളിലും മധ്യസ്ഥം വഹിച്ചിട്ടുള്ള രാജ്യം ഖത്തറാണ്. ഖത്തറും ഈജിപ്തും സ്പോൺസർ ചെയ്ത വെടിനിർത്തൽ പൂർണ്ണമായിട്ടും ഹമാസ് അംഗീകരിക്കുകയുണ്ടായി. അപ്പോൾ ഹമാസ് ഈ ഖത്തർ വയ്ക്കുന്ന ഒരു നിർദ്ദേശത്തെ ഹമാസ് അംഗീകരിക്കുന്ന ഒരു സാഹചര്യം പോലും നമ്മൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഈ ഹമാസിന്റെ ചർച്ചാ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ഖലീൽ അൽ ഖയയെ വധിക്കാൻ വേണ്ടി അവിടെ ഒരു റെസിഡൻഷ്യൽ മേഖലയിൽ ആക്രമണം നടത്തുന്നത്. ഇതിപ്പോൾ ഹമാസിനെതിരായിട്ടുള്ള ആക്രമണം എന്നോ ഹമാസിന്റെ ലീഡർഷിപ്പിനെ എലിമിനേറ്റ് ചെയ്യുക എന്ന് പ്രതിജ്ഞയെടുത്തിട്ടുള്ള ഇസ്രായേലിന്റെ പ്രതിജ്ഞാ പൂർത്തീകരണം എന്ന നിലയിലോ ഒന്നും കാണേണ്ട ഒരു കാര്യമേയല്ല. ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന് മേലെ ആക്രമണം നടത്താൻ മറ്റൊരു രാഷ്ട്രത്തിന് അധികാരമില്ല. അത് 1914 വുഡ്രോ വിൽസന്റെ 14 പരിപാടികൾ തുടങ്ങി യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്ര സംഘടന തുടങ്ങി ഈ അന്താരാഷ്ട്ര രംഗത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ റെഗുലേറ്റ് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രമാണമാണ്. അതിന്റെ ലംഘനം ഇവിടെ ഉണ്ടായിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു തരത്തിലും ഖത്തർ ഇസ്രായേലുമായിട്ട് സംഘർഷത്തിലല്ല എന്നതാണ് ഏറ്റവും പ്രധാനം. സംഘർഷത്തിലല്ല എന്ന് മാത്രമല്ല, ഇസ്രായേലും ഹമാസും കൂടി നടത്തുന്ന സംഘർഷത്തിൽ ഇരു പാർട്ടിക്കും വേണ്ടി ഡിപ്ലോമാറ്റിക് ടേബിളിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവരുടെ അമീർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയുമായിട്ട് ഇന്നലെ ചർച്ച ചെയ്ത ആളാണ് ഹമാസിന്റെ പ്രതിനിധി ആയിട്ടുള്ള ഹമാസ് ചർച്ചാ സംഘത്തെ നയിക്കുന്ന ഖലീൽ അൽ ഹയ. അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു എന്നൊരു വാർത്ത വരുന്നുണ്ട്. അതേസമയം അതിന് സ്ഥിരീകരണമില്ല. അദ്ദേഹം ഈ അക്രമത്തെ, ഈ കൊലപാതക ശ്രമത്തെ അതിജീവിച്ചു എന്നാണ് അൽ ജസീറയും അതുപോലെ ഹമാസ് കേന്ദ്രങ്ങളും നൽകുന്ന വിവരം. എങ്കിലും എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും ലംഘിച്ചു എന്ന് മാത്രമല്ല, ഖത്തറിനെ പോലെയുള്ള ഒരു രാജ്യം, അത് അടിവരയിട്ട് പറയാൻ കാരണം ഒരുപക്ഷെ യൂറോപ്പിലെ ന്യൂട്രാലിറ്റിയിൽ ഏറ്റവും കാലം തുടർന്ന രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. സമാനമായ രീതിയിൽ ഗൾഫ് മേഖലയിലെ ഒരു സ്വിറ്റ്സർലൻഡിന്റെ സ്വഭാവമുള്ള ഒരു രാജ്യം കൂടിയാണ് ഖത്തർ. എല്ലാ ചർച്ചകൾക്കും അവർ വേദിയാകുന്നു. പലതരത്തിലുള്ള അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ നടക്കുന്നു. ഇങ്ങനെ എല്ലാ രാജ്യങ്ങളുമായിട്ടും അവർ സൗഹൃദത്തിലുമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി റൈച്വൽ സ്റ്റാറ്റസ് ഉള്ള ഒരു രാജ്യമാണ്. നല്ല സോഫ്റ്റ് പവർ, ലോല ശക്തി അതിഗംഭീരമായിട്ടുള്ള രാജ്യമാണ്. ശക്തമായ ഒരു സാമ്പത്തിക ശക്തിയാണ്. ഇത്തരം ഘടകങ്ങളൊക്കെ പ്രധാനമാണ്. അതേസമയം അൽ ജസീറയാണ് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട വിമർശനത്തിന്റെ ഫോക്കൽ പോയിന്റ് എന്നുള്ളത് എനിക്കും വേണു സാറിനും അറിയാവുന്ന കാര്യമാണല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഈ വെസ്റ്റ് ബാങ്കിലും ഗസയിലും ഒക്കെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ അപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഈ അൽ ജസീറ ചാനലാണ്. എംബഡഡ് ജേർണലിസത്തിന്റെ ഒക്കെ ഭാഗമായി BBC യും CNN അടക്കമുള്ള പാശ്ചാത്യ മീഡിയ ബോധപൂർവം മറച്ചുവെച്ച സത്യങ്ങൾ പലപ്പോഴും
ലോകം അറിയുന്നത് അൽ ജസീറയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അൽ ജസീറയുടെ പ്രവർത്തകരാണ്, ജേർണലിസ്റ്റുകളാണ് ഏറ്റവും അധികം ഈ ഗാസ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഗസയിൽ കൊല ചെയ്യപ്പെട്ടത്. ഇതിനകം 217 ജേർണലിസ്റ്റുകൾ അവിടെ കൊല ചെയ്യപ്പെട്ടു എന്ന് കാണണം. അപ്പോൾ ഇത് ഖത്തറിന്റെ നിയന്ത്രണത്തിലുള്ള ഖത്തറിന്റെ ഒരു മീഡിയ ഹൗസ് എന്ന നിലയ്ക്ക് എപ്പോഴും ഇസ്രായേല് ശക്തമായി വിയോജിക്കുന്ന, തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ് അൽ ജസീറ. കാരണം അൽ ജസീറയിലൂടെ ഇസ്രായേല് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്നു എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും അധികം എയ്ഡ് ഗസയ്ക്ക് കൊടുക്കുന്ന ഒരു രാജ്യം ഈ ഖത്തറാണ്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇത്തരം ഘടകങ്ങൾ ഒക്കെ ഒരുപക്ഷെ ഖത്തറിന്റെ ഒരു ശരിയായ നിലപാട്, സ്വതന്ത്ര നിലപാട്, അക്രമരഹിതമായ നിലപാടിനെ ഒക്കെ അതിലംഘിച്ചും അവിടെ അക്രമം നടത്താൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇത് അമേരിക്കൻ പിടിയോ അമേരിക്ക അറിയാതെയോ ദോഹയിൽ ഒരു അക്രമം നടത്തുക അസാധ്യമാണ്. അപ്പോൾ അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ട് നടത്തിയിട്ടുള്ള അക്രമമായിട്ട് തന്നെ ഇതിനെ കാണണം. ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇത് ആഗോള സമൂഹം ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും ഉയർത്തിക്കൊണ്ടുവരണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രസക്തമാണെന്നേ. 8,30,000 ഇന്ത്യക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ 6 ലക്ഷത്തോളം മലയാളികളാണ്. ഇങ്ങനെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യർ അവിടെ പോയി ജോലി ചെയ്യുന്നത്. ഒരു കോസ്മോപൊളിറ്റൻ സ്വഭാവമുള്ള ഒരു രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത്. അത് നമുക്ക് ലെബനനെ പോലെയോ അല്ലെങ്കിൽ ഇറാനെ പോലെയോ നമുക്ക് കാണാൻ സാധിക്കില്ല. അതിനപ്പുറത്തേക്കുള്ള പ്രാധാന്യം ഖത്തറിനുണ്ട്. അപ്പോൾ ഈ ലോകത്തിലെ ഇത്തരത്തിൽ സമാധാനത്തിന്റെയും വളർച്ചയുടെയും സാമ്പത്തിക വളർച്ചയുടെയും ഒക്കെ പച്ചത്തുരുത്തുകളെയും നാരകീയമായ അക്രമത്തിന് വിധേയമാക്കാൻ ഇസ്രായേൽ തയ്യാറായി എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം അപലപനീയമാണ്. ശക്തമായ പ്രതിഷേധം ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഖത്തർ അമേരിക്കയുടെ പ്രൊട്ടക്ടറേറ്റ് ആണ്. ഖത്തറിന്റെ പരമാധികാരത്തിന് സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്ന രാജ്യം ഇൻഡയറക്റ്റ് ആയിട്ട് അമേരിക്കയാണ്. മേഖലയിലെ ഏറ്റവും വലിയ അമേരിക്കയുടെ വ്യോമത്താവളമുള്ളതും ഖത്തറിനാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ ഇസ്രായേലിന് ഇങ്ങനെ ഒരു അക്രമം നടത്താനുള്ള അനുമതി അമേരിക്ക കൊടുത്തില്ല എന്ന് ഒരുപക്ഷെ പറഞ്ഞേക്കാം. പക്ഷെ അമേരിക്കൻ അറിവില്ലാതെ ഇത്തരം ഒരു അക്രമം നടക്കില്ല എന്നത് 100% ഉറപ്പാണ്. അപ്പോൾ ഈ അമേരിക്ക ഏത് ദിശയിലേക്ക് പോകുന്നു എന്നത് കൂടി വിമർശിക്കണം. നമ്മൾ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അത് ഇസ്രായേൽ മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ ബോധപൂർവം ഇസ്രായേൽ അമേരിക്ക അച്ചുതണ്ട് എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ലോകക്രമത്തെ വീണ്ടും മാറ്റിമറിക്കുവാനുള്ള മാനങ്ങളിലേക്ക് വളരാൻ സാധ്യതയുള്ള ഒരു ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. അത് അത്തരത്തിലുള്ള റിപ്പർക്കഷൻസ്, അനുരണനങ്ങൾ അന്താരാഷ്ട്ര